സിനിമ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെ വിഷമം തോന്നിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് പറയണം എന്ന് കഴിഞ്ഞ സിനിമക്ക് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോ ഇത് പറയാതിരിക്കാനാവില്ല. നമ്മളൊരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഈ സിനിമ കൊള്ളൂല, ഈ സിനിമ അങ്ങനെയാണ്, ഈ സിനിമയുടെ കഥ ഇങ്ങനെയാണ് വേണ്ടിയത്, ഈ സിനിമ ഇങ്ങനെ എടുക്കണമായിരുന്നു, ഈ സിനിമ അങ്ങനെ ചെയ്യണമായിരുന്നു പറയുന്ന സിനിമയെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ചില ആളുകളുണ്ട്. എല്ലാ മാധ്യമങ്ങളല്ല ഞാൻ പറയുന്നത്, ചില ആളുകൾ സിനിമയെ കുറിച്ച് ഒരു സിനിമ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, ഒരു സിനിമ എങ്ങനെയൊക്കെ വിജയിപ്പിക്കാം എന്ന് അവരാണ് തീരുമാനിക്കുന്നത് എന്ന നിലയിൽ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ നോക്കൂ, ഇന്ന് നമ്മുടെ ഇവിടെ ഒരു പൂജ നടക്കുകയാണ്. ഏതാണ്ട് 2-3 വർഷക്കാലം കഷ്ടപ്പെട്ട് ഒരു സിനിമ റെഡിയാക്കി അതിന്റെ ഡയറക്ടറും അതിന്റെ തിരക്കഥാകൃത്തും അവരുടെ സ്വപ്നം ഇന്ന് ഇവിടെ തുടങ്ങിയാണ്. ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ കുറെ ചാനലുകൾ വരുന്നു. പക്ഷെ ആ സിനിമയുടെ ഡയറക്ടറോ ആ സിനിമയുടെ തിരക്കഥാകൃത്തോ ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കി യാഥാർത്ഥ്യമായി സിനിമ നടക്കണം. വെറുതെ കള്ളപ്പണം ഉണ്ടാക്കിയിട്ട് അവിടെ എടുത്തിട്ട് എന്റെ പൈസ പോയേ എന്ന് പറയുന്ന സിനിമക്കാരനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കഷ്ടപ്പെട്ട് പണി എടുത്തുണ്ടാക്കി ആ കാശ് കൊണ്ട് സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾ അവര് സംസാരിക്കുമ്പോ, ഒരു ഡയറക്ടർ സംസാരിക്കുമ്പോ, അതിന്റെ ഒരു തിരക്കഥാകൃത്ത് സംസാരിക്കുമ്പോ, ഒരു പ്രൊഡ്യൂസർ സംസാരിക്കുമ്പോ ഒരു വാക്ക് എടുക്കാൻ പറ്റാതെ 10, 40, 50 ചാനലുകൾ വന്നിട്ട് ഈ സെലിബ്രിറ്റികളുടെ പുറകെ പോകുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവരുടേതല്ല സിനിമ. സിനിമ ആ സിനിമ ഉണ്ടാക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡയറക്ടറുടെതാണ് സിനിമ, തിരക്കഥാകൃത്തിനാണ് സിനിമ, പ്രൊഡ്യൂസറാണ് സിനിമ. അല്ലാതെ ക്യാമറയെ തൂക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നത് തീരുമാനിക്കുന്ന ചില ചാനലുകാരുണ്ട്. സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ഈ സിനിമ എങ്ങനെയായിരുന്നു, ഇതിൽ പുഷ് പോരാ, മറ്റേത് പോരാ, ഇവരൊക്കെ എത്തുണ്ട്, ഇവരൊക്കെ ഇതിന് മുമ്പ് സിനിമ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അല്ലെ ഇവർക്ക് സിനിമയെ കുറിച്ച് അറിയാം, ദണ്ണം അറിയോ, കഷ്ടപ്പാട് അറിയോ, ഒരൊന്നും അറിയില്ല. ഇവർക്ക് വേണ്ടി എന്താ കണ്ടില്ലേ, സേനു ചാവക്കാട് കൈ കൊണ്ട് വെള്ളത്തിന്റെ ബോട്ടിൽ തുറന്ന് സ്വന്തമായി കുടിക്കുന്നത് കണ്ടില്ലേ? സേനു ചാവക്കാടിന്റെ ഭാര്യ കുഞ്ഞിന് പാല് കൊടുക്കുന്നു. പിന്നെ ഞങ്ങളൊക്കെ വീട്ടിൽ മുനിസിപ്പാലിറ്റി നാളെ വന്നിട്ടല്ലേ കൊടുക്കുന്നത്. അങ്ങനത്തെ ആളുകളെ കുറിച്ച് ഞാൻ ഇക്കാലം വരെ കഴിഞ്ഞ സിനിമക്കാലത്തെ വീഡിയോസ് എടുത്ത് നോക്കിയ ചാനലുകാരെ ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ സിനിമ വിജയിക്കാൻ പറ്റുന്ന അങ്ങനെ വിജയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഞങ്ങൾ സിനിമ പാഠം തിയേറ്ററിലെ ആളുകൾ കണ്ടിട്ട് ആളുകൾ തീരുമാനിക്കും നല്ലതാണോ ചീത്തയാണോ. നിങ്ങൾ തീരുമാനിക്കാതെ ഇരുന്നാൽ മതി. ഒരുപാട് കഷ്ടം തോന്നുന്നുണ്ടെന്ന് രാവിലെ മുതൽ ഇവിടെ ഇതിന്റെ നിർമ്മാതാക്കളും അതുപോലെ കഷ്ടപ്പെട്ട് ഒരു സിനിമ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് 2-3 വർഷം കഷ്ടപ്പെട്ട് ഉള്ള ഒരു അങ്ങാറ്റമായിട്ട് സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തും ഒരുപാട് കാലം സിനിമയ്ക്ക് വേണ്ടി പ്രഗത്ഭരായ പലരും കൂടെ കഷ്ടപ്പെട്ട് പല സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യാൻ നിൽക്കുന്ന ഒരു ഡയറക്ടർ സംസാരിക്കുമ്പോൾ, ഒരു തിരക്കഥാകൃത്ത് സംസാരിക്കുമ്പോൾ, അതിന്റെ പ്രൊഡ്യൂസർ സംസാരിക്കുമ്പോൾ, ഒരു ക്യാമറ പിടിക്കാൻ ഒരു ചാനൽ അതിന് താല്പര്യമില്ല. താല്പര്യം എന്താ? താല്പര്യം സെലിബ്രിറ്റികളോട് സംസാരിക്കാൻ. സെലിബ്രിറ്റി അല്ല സിനിമ ഉണ്ടാക്കുന്നത്. സിനിമ ഉണ്ടാക്കുന്നത് പ്രൊഡ്യൂസറാണ്, സിനിമ ഉണ്ടാക്കുന്ന ഡയറക്ടറാണ്, സിനിമ ഉണ്ടാക്കുന്നത് ആരാ? അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. മനസ്സിലായ? ഇനി ഇതിന്റെ പേരിൽ അങ്ങനെയൊക്കെ തൂക്കിക്കൊല്ലാനാണ് വിചാരിക്കുന്നത്. എന്റെ മക്കളെ, ഞാൻ സിനിമ ചെയ്തോണ്ടല്ല എനിക്ക് ചാവക്കാരെന്ന് പേര് അങ്ങനെ കേട്ട് കണ്ടോക്ക്. ഇതിനകത്ത് ചാവക്കാട് ക്യാമറ എടുക്കുന്ന മക്കളെ എന്ന് പറഞ്ഞപ്പോ ഇതിനകത്ത് ഇപ്പൊ 50ഓളം ക്യാമറ ഉണ്ട്. ഇതാണ് സിനിമ. ഇതെല്ലാം ഇന്ന് വർക്കൗട്ടോ, ഇതെല്ലാം ലൈവാണ്. അല്ലാതെ എന്നെ കൊണ്ട് ഞാൻ ഒരു പരിധി ഉണ്ടല്ലോ അതിന്. പക്ഷെ ഇതൊക്കെ തോന്നിവാസമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, നീയൊക്കെ സിനിമ തിയേറ്ററിൽ വന്നു നിന്നിട്ട് പ്രഗത്ഭ സിനിമയായി കഴിഞ്ഞാൽ ശരി, സാധാരണ സിനിമയായി കഴിഞ്ഞാൽ ശരി, സിനിമയെ അളക്കാൻ നിൽക്കരുത്. നീയൊന്നും ആയിട്ടില്ല. മനസ്സിലായ? നിനക്കൊന്നും അതിലെ ശേഷിയില്ല. ഒരു സിനിമ കണ്ടിട്ടോ നീ? എങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്ന അറിയാം നമുക്ക്? ഒരു മൊബൈലും മേടിച്ചോട് ഒരു ചാനലാണ് കോപ്പാന്ന് പറഞ്ഞ് നടക്കല്ലാതെ നിനക്കൊക്കെ സിനിമ ഉണ്ടാവുന്ന അറിയാടാ? സിനിമ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിനക്ക് പട്ടി കിടന്നിട്ടുണ്ടോ, കടത്തിലേക്ക് തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് ആ സിനിമ. എല്ലാം ഇതിനല്ലേ ഈ ക്യാമറക്കില്ലേ ഒരാളും കൊണ്ട് ഒന്നും ചോദിക്കാൻ വേണ്ടി പോകില്ല. ചാവക്കാടൻ പറഞ്ഞ നല്ലൊരു ഡയറക്ടർ സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർ പറഞ്ഞ അവർ ക്യാമറ എടുക്കും. അവർക്കും അറിയാം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും മാത്രമാണ് ഇവിടെ ഒന്നും
മതിനാവൂലണപ്പാ. ശരി, ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യും. ഇനി ബാക്കി സംസാരിക്കുന്നത്